പ്രേമേ, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം അവിടെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ പേരിൽ കുറച്ച് ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടും പറയുന്നുണ്ട്. എന്താണ് അതൊന്ന് പറയാമോ? അഫ്ഗാൻ ഭരണകൂടം തൽക്കാലം ഇൻ്റർനെറ്റ് നിരോധിച്ചുള്ളൂ. അവിടെ ശ്വാസം എടുക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും തൽക്കാലം നിരോധനമില്ല. അത്രമാത്രം ഓർത്ത് നമുക്ക് ആശ്വസിക്കാം. അതാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ അഫ്ഗാൻ അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടം അങ്ങനെ അതറിയപ്പെടുക. അത് ഈ അഫ്ഗാനിസ്ഥാൻ ഒരു നമ്മുടെയൊക്കെ നാട്ടിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഒരു രാജ്യത്തെ നയിക്കുന്നതെങ്കിൽ അവിടെ ഓരോ ഗോത്രവർഗ്ഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗോത്രം, പ്രബല ഗോത്രമാണ് ഈ താലിബാൻ എന്ന് പറയുന്നത്. അവർ 96-2001 കാലയളവിൽ അവിടെ ഒന്ന് ഭരിച്ചതാണ്. അപ്പോൾ അവരെ അവിടെ നാട്ടി ഓടിച്ചുകൊണ്ടാണ് അവിടെ അമേരിക്കൻ അധിനിവേശമൊക്കെ വന്നത്. അല്ല, മറ്റേ നമ്മുടെ സോവിയറ്റ് യൂണിയനൊക്കെ വന്നത്. അങ്ങനെ പ്രശ്നമൊക്കെ ആയിരുന്നു. പിന്നീട് ഇവർ ഇപ്പോൾ അമേരിക്കൻ സൈന്യം അവിടെ നിന്ന് പൂർണ്ണമായി മാറി. ഏതാണ്ട് 2021 ഓഗസ്റ്റിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നു. അപ്പോൾ അവരന്ന് പറഞ്ഞിരുന്നത്, ഞങ്ങൾ പഴയ താലിബാനല്ല, ഞങ്ങൾ ഒരുപാട് മാറി, ഞങ്ങൾ പുതിയ താലിബാനാണ്, കുറേ നവീകരണ പ്രവർത്തനങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പഴയ താലിബാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും അവർക്ക് ആരാധകരുണ്ടായിരുന്നു. കാര്യം അവർ കടുത്ത യാഥാസ്ഥിതികവാദികരാണ്, കടുത്ത മത ആ രീതിയിൽ, അതായത് ശരിയത്ത് നിയമങ്ങൾ അതേപടി പാലിക്കുന്ന കർക്കശമായ, അതിലൊരു കടുകിട വ്യത്യാസമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ ചില പത്രങ്ങൾ അതിനെ താലിബാൻ ഒരു വിസ്മയം എന്നൊക്കെ വിശേഷിപ്പിച്ചത് വലിയ കൗതുകരമായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ പുതിയ താലിബാൻ വന്നപ്പോൾ ആദ്യത്തെ കുറച്ച് കാലത്ത് എല്ലാവർക്കും വലിയ സ്വാഗതാർഹമായിരുന്നു താലിബാൻ. കാര്യം പഴയ അവർ ഈ സ്ത്രീവിരുദ്ധമായ നിലപാടുകളൊക്കെ മാറ്റി കുറേ കൂടി ജനകീയമായ നിലപാടുകളിലേക്കൊക്കെ പോകുന്ന ഒരു പ്രതീതി അവരുണ്ടാക്കി. പക്ഷേ പിന്നീട് അവർ പഴയ കളം മാറ്റി എന്നുള്ളതാണ് സംഗതി. അവരുടെ ഒരു നേതാവുണ്ട്, അയാളുടെ പേര് ഹൈബത്തുള്ള അബ്ദുസാദ എന്നുള്ളതാണ്. ഈ ചങ്ങാതി അങ്ങനെ പുറത്തൊന്നും അധികം കാണാറില്ല, അങ്ങനെ പൊതുപരിപാടികളിലോ ചടങ്ങുകളിലോ. ഇദ്ദേഹത്തിൻ്റെ ഉത്തരവുകൾ മാത്രമാണ് പുറത്തേക്ക് വരാറ്. അപ്പോൾ ഇദ്ദേഹം ഈ പുതിയ താലിബാൻ അധികാരമേറ്റതിന് ശേഷം 80ഓളം ഭരണപരിഷ്കാര ഉത്തരവുകൾ ഇറക്കി. അതിൽ 54 സ്ത്രീകളുടെയും പെൺകുട്ടികളെയും നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പടിയാണ് ഇപ്പോൾ അവിടെ ഇൻ്റർനെറ്റ് നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കാരണം പറയുന്നത് ഇത് അസാൻമാർഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ അസന്മാർഗികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പോൺ സൈറ്റുകളടക്കം കിട്ടും. അത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ മാത്രമായിട്ട് അത് കിട്ടാതിരിക്കത്തൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അതൊക്കെ മതവിരുദ്ധമാണ്, അസന്മാർഗികമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട്. ഇപ്പം നേപ്പാളിൽ അവിടെ ജെൻസി കലാപം ഉണ്ടായി. എന്തിൻ്റെ പേരിലാണ്? ഇതേപോലെ ഇൻ്റർനെറ്റ് അതേപോലെ കാര്യങ്ങളൊക്കെ വിച്ഛേദിച്ചതിൻ്റെ പേരിലാണ്. നമ്മുടെ പാക് അധീന കാശ്മീർ ഉണ്ടല്ലോ, അവിടെയും ജനങ്ങൾ തെരുവിലിറങ്ങി. അവിടെയും പാക് ഭരണകൂടം ഇൻ്റർനെറ്റ് മറ്റു കാര്യങ്ങളൊക്കെ വിച്ഛേദിച്ചു. നമ്മുടെ ഡൽഹിയിൽ കലാപം ഉണ്ടായ സമയത്ത് നമ്മളും അത്തരത്തിൽ ചെയ്തു. കാര്യം ഇൻ്റർനെറ്റ് ഇന്നത്തെ കാലഘട്ടത്ത് ഇത്തരം ആശയപ്രചരണത്തിന്, അതായത് ആളുകൾ പറഞ്ഞും കേട്ടും അറിയുന്നതിനേക്കാൾ സെക്കൻഡുകളുടെ വേഗതയിൽ ഒരു ആശയപ്രചാരണം നടക്കും. ഒരു കലാപം വേണമെങ്കിൽ ആസൂത്രണം ചെയ്യും. നമ്മുടെ കേരളത്തിൽ പോലും ഒരു വാട്സാപ്പ് ഹർത്താൽ നടന്നത് നമുക്ക് ഓർമ്മയുണ്ട്. വലിയ രീതിയിൽ ആഹ്വാനം നടന്നതിൻ്റെ പേരിൽ ഇവിടെ ഒരു ഹർത്താൽ പോലും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുള്ള ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണോ അവർ നേരത്തെ തന്നെ ഈ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചതെന്നുള്ളൊരു സംശയം നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാര്യം അവിടെയും ജനങ്ങൾ വല്ലാതെ അസ്വസ്ഥരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൽക്കാലം ശ്വസിക്കാനും വെള്ളം കുടിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് ഇല്ലാതാകപ്പെടുകയാണ്. പക്ഷേ ഇപ്പോൾ നേപ്പാളിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ ഉണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിലാണ് അവിടെ ഭരണം പോലും മാറിയത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇത്ര മനുഷ്യത്വരഹിതമായ നടപടികൾ അല്ലെങ്കിൽ നിയമങ്ങൾ, കരിനിയമങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതൊക്കെ നടപ്പിലാകുമ്പോഴും അവിടെ ജനങ്ങളതൊക്കെ സഹിച്ച് ക്ഷമിച്ച് കഴിയുന്നു എന്ന് പറയുമ്പോൾ അതൊരു അസ്വാഭാവികതയുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഈ യാഥാസ്ഥിതികവാദികളുടെ ഒരു കേദാരമാണ്. അപ്പോൾ ഈ താലിബാൻ എന്ത് പറഞ്ഞാലും അത് അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് പൊതുവെ അത് ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഈ മതവിശ്വാസത്തിൻ്റെ മേലങ്കി കൂടി ചാർത്തി കൊടുക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. തീർച്ചയായിട്ടും. അപ്പോൾ ഈ അവർ പറഞ്ഞ ഒരു 80ഓളം പുതിയ ഉത്തരവുകൾ വന്നതിൽ 54 സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, സ്ത്രീകളെ നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞല്ലോ. അതിൽ ചിലതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം 6 വയസ്സ് കഴിഞ്ഞാൽ 6ാം ക്ലാസ് വരെ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ അനുവാദമുള്ളൂ, വിദ്യാഭ്യാസം. അത് കഴിഞ്ഞാൽ, അതായത് മുൻപ്
ഈ അമേരിക്കൻ ഭരണകൂടം അവിടെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസം വരെ നേടാനായിട്ട് അവിടെ സ്ത്രീകൾക്ക് ഉള്ള സൗകര്യവും സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു 10-40 വർഷം മുമ്പുള്ള അഫ്ഗാൻ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഉള്ള ഒരു വിഭാഗമല്ല. ഇന്നത്തെ ആധുനിക മനുഷ്യരെങ്ങനെയാണോ മോഡേൺ നാഗരികതയുടെ എല്ലാ ലക്ഷണങ്ങളും ഉള്ളൊരു ജനവിഭാഗമായിരുന്നു. പിന്നെ ഈ താലിബാൻ വന്നതിന് ശേഷമാണ് കടുത്ത മതനിയന്ത്രണം. ഇപ്പം മറ്റൊരു ഉത്തരവ് വന്നേക്കുന്നത് ഈ സ്ത്രീകൾ എന്ന് പറയുന്നവർ ഈ തല തൊട്ട് പാദം വരെ മറയുന്ന തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കണം. അത് ഒരിക്കലും ഈ എന്താ പറയുക, നമുക്ക് ഒരാളുടെ അളവെടുത്ത് തയ്ക്കുന്നതാകരുത്. അയഞ്ഞ വസ്ത്രം ഒരു ചാക്കിൻ്റെ അകത്ത് ഒരാളെ നിർത്തിയാൽ എങ്ങനെയിരിക്കും അതേപോലുള്ളതാകാവുള്ളൂ. അവരുടെ കണ്ണ് മാത്രമേ പുറത്ത് കാണാൻ പാടുള്ളൂ. അതാണ് മറ്റൊരു നിർദ്ദേശം. പിന്നെ അവർക്ക് പുറത്തോട്ട് എവിടെയെങ്കിലും യാത്ര പോകുന്നെങ്കിൽ അവരുടെ രക്തബന്ധത്തിലുള്ളൊരു പുരുഷൻ കൂടെ ഉണ്ടാകണം. പിന്നെ മറ്റൊരു പുരുഷനുമായിട്ട് ഐ കോൺടാക്റ്റ് ഉണ്ടാകാൻ പാടില്ല. ഇനിയും കഴിഞ്ഞില്ല, വീടിന് ജനലുകൾ പാടില്ല. സ്ത്രീകൾ, കാരണം ഈ സ്ത്രീകളും പെൺകുട്ടികളും വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കണം, അവർ പുറത്തോട്ടിറങ്ങരുതെന്നാണ് നിർദ്ദേശം. അപ്പോൾ അകത്തിരുന്നാൽ ജനൽ വഴി കണ്ടാൽ കുഴപ്പമല്ലേ, അപ്പോൾ പിന്നെ ജനലുകൾ പാടില്ല. ഉള്ള ജനലുകളൊക്കെ കറുത്ത കർട്ടൻ ഇട്ട് മൂടിക്കോണം, പുറം ലോകം കാണാൻ ഇല്ല. പിന്നെ ശബ്ദമുണ്ടാക്കുന്ന തരത്തിലുള്ള പാദരക്ഷകൾ സ്ത്രീകൾ ഉപയോഗിക്കാൻ പാടില്ല. പൊതുവേദിയിൽ ഉറക്കെ സംസാരിക്കാനോ ചിരിക്കാനോ പാടില്ല. പിന്നെ ഈ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് ഒന്നെങ്കിൽ കറുപ്പാകണം, അല്ലെങ്കിൽ ചാര നിറത്തിലുള്ളതാകണം, അല്ലെങ്കിൽ നീല നിറത്തിൽ, അതായത് ഒരു കൂടിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് അങ്ങ് പോകണം. പിന്നെ നെയിൽ പോളിഷ് ഉപയോഗിക്കാൻ പാടില്ല. സ്ത്രീകൾ വണ്ടി ഓടിക്കാൻ പാടില്ല, ഡ്രൈവിങ് ചെയ്യാൻ പാടില്ല. പിന്നെ ചെസ്സ് കളി അത് പാടില്ല. ഇതൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്ന നിരോധനം. അപ്പോൾ ഇതൊക്കെ ലംഘിച്ചു കഴിഞ്ഞാൽ ശിക്ഷയുണ്ട്. താക്കീത് മുതൽ തടവ് ശിക്ഷ വരെ സ്ത്രീകൾക്കുണ്ട് എന്നുള്ളതാണ് ഈ താലിബാൻ ഭരണകൂടം വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ അവിടെ വലിയൊരു വിഭാഗം, അതായത് ഈ ഗോത്രങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ഈ ഗോത്ര നേതാക്കന്മാരാണ് അവിടുത്തെ ജഡ്ജിമാർ. അപ്പോൾ ഇതിനെതിരെയൊക്കെ ഈ ഗോത്ര നേതാക്കന്മാർക്ക് ശരിയത്ത് നിയമം നടപ്പിലാക്കണം എന്നുള്ള രീതിയിൽ ഇവരുടെ പരമോന്നത നേതാവ് ഹൈബത്തുള്ള അബ്ദുസാദ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഭരണകൂടം മുതൽ പ്രാദേശിക ഭരണകൂടങ്ങൾ വരെ നടത്തണം. അതായത് പരസ്യമായ വധശിക്ഷ നടപ്പിലാക്കൽ, കല്ലേറ് നടത്തൽ, അംഗച്ഛേദം വരുത്തൽ തുടങ്ങിയ കലാപരിപാടികൾക്കൊക്കെ ശരീഅത്ത് നിയമപ്രകാരമുള്ള നടപടികൾ വേണമെന്നുള്ള എന്താ പറയുക ഉത്തരവും അയാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്ര പോലും പ്രശ്നങ്ങളില്ലാത്ത നേപ്പാളിലും ബംഗ്ലാദേശിലും പാക് അധീന കശ്മീരിലും ജനങ്ങൾ തെരുവിലിറങ്ങി. അപ്പോൾ ഇവിടെയുള്ളവർ വേറെ നിവൃത്തിയില്ലാതെ കഴിയുന്ന, അവിടെ അമേരിക്കൻ ഭരണകൂടം അവിടെ നിന്ന് പിൻവാങ്ങിയപ്പോൾ കാബൂൾ വിമാനത്താവളത്തിൽ കണ്ട കാഴ്ച നമ്മൾ കണ്ടതാണല്ലോ. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിമാനത്തിൽ തൂങ്ങിയിട്ട് പോലും രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്ന കാഴ്ച നമ്മളപ്പോൾ ചിന്തിക്കണം, ഇത്രക്ക് പ്രശ്നക്കാരാണ് ഇവർ. ഇത്രക്ക് പ്രശ്നക്കാരാണ്, അതുകൊണ്ട് തന്നെയാണ് കാര്യം ഇത്തരം, അതായത് കേൾക്കുമ്പോഴേ ഒരു വല്ലാത്ത ഏത് നൂറ്റാണ്ടിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. അതെ 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 അതായത് ഒരു ഇതുകൂടി പറയാം. അവിടെ ഈ ക്രിക്കറ്റ്, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ക്രിക്കറ്റ് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. പക്ഷേ അഫ്ഗാനിസ്ഥാനിലല്ല, ഇന്ത്യയിലാണ് അവർ പരിശീലനം നടത്തുന്നത്. അവിടെ കളിക്കാൻ പറ്റില്ല. അവിടെ കളിക്കാൻ പറ്റിയ സാഹചര്യമല്ല. പിന്നെ അഫ്ഗാനിസ്ഥാനിൽ വനിതാ ടീമുണ്ട്, വനിതകൾക്ക് ക്രിക്കറ്റ് കളിക്കാമായിരുന്നു മുൻപ്. അപ്പോൾ ഇപ്പം അതില്ല. കാര്യം ഈ കോട്ടൊക്കെ ഇട്ടുണ്ട് എങ്ങനെ കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ നടപടിയാവും. ഇതിപ്പോൾ പുതിയ ഭരണകൂടമാണ്. അതായത് താലിബാൻ 2021 വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഒരു 6-7 മാസത്തേക്ക് അവരെക്കുറിച്ച് നല്ല വാർത്തകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. കാര്യം പണ്ട് അവർ പിന്തുടർന്നിരുന്ന കിരാതമായിട്ടുള്ള പരിപാടികളൊക്കെ വിട്ട് കുറേ കൂടി ജനക്ഷേമകരമായ ജനകീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണ് ആദ്യം നടത്തിയത്. പക്ഷെ പിന്നീട് കുറേശ്ശെ അവരുടെ തനി സ്വഭാവം കാണിച്ചു എന്നുള്ളതാണ്.